Praise the Lord, praise the Lord, hallelujah, hallelujah. Glory to God, Jesus, hallelujah. യേശുവിൻ്റെ രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച. Glory to God, praise the Lord, hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. യേശുവിൻ്റെ രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച. കർത്താവേ, അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വനത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. ഗ്ലോറി ടു ഗോഡ് ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ച. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യേശുവേ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ആവിയാണവരേ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, 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 സ്തോത്രമപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന് മഹത്വം, 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരനുഗ്രഹമേറിയ ഒരു നല്ല ദിവസം കൂടെ സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് രാവിലെ സമയം സ്തുതിക്കാം, ആരാധിക്കാം. കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ ദൈവമായി കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, എത്രയോ അനേകായിരങ്ങൾ മരിച്ച് മൺമറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അതിശയകരമായി അത്ഭുതകരമായി ദൈവമായി കർത്താവ് നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ഹല്ലേലൂയ. ആകയാൽ ഇന്നും ഒരു നല്ല ദിവസം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവമായി കർത്താവ് നമുക്ക് ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ അഡ്മിന്മാർക്കും, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ദാസന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേഗം വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ദൈവമക്കളെ, ഇപ്രകാരം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവമായ കർത്താവ് നമുക്ക് നല്ല സന്ദർഭങ്ങൾ ഒരുക്കി തരുന്നുവല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തേനും ഒടുക്കത്തിനുമായ സർവ്വവല്ലഭനായ കർത്താവിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം പ്രിയരെ നമ്മുടെ കൂടെയുണ്ട് എന്നത് നാം വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാൻ അല്പനിമിഷം തിരുവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി, തിരുവചന ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു പഴയ പാട്ടിൻ്റെ 1-2 ലൈനുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് കടന്നു പോകാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ദൈവം നമ്മെ വിളിച്ച ആ വിളിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാതെയാണ് ഇന്നേക്ക് ലോകത്തിൽ അനേകരും ആയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അരുമനാഥൻ നമ്മെ വിളിച്ചതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവമക്കളെ, ഒരു പഴയ പാട്ടിൻ്റെ 1-2 ലൈനുകൾ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ, ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും ജീവിത മരുവിൽ
നീ തളരുകയോ ഇനി സഹജേ. കാർമുകിലേറെ കരറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഈ പാട്ട് മുഴുവനും പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ പാട്ടോടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠമായിരിക്കൽ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. സ്വർഗമേ, ഇന്ന് കർത്താവെ കേൾക്കാൻ പോകുന്ന വചനത്തിനായി സ്തുതിക്കുന്നു. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ അനേക ജനഹൃദയങ്ങൾക്ക് അത് ആശ്വാസമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് രാജാതിരാജാവായി വരാൻ പോകുന്ന നിമിഷങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണപ്പ. അങ്ങയുടെ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുന്ന സമയങ്ങൾക്കായി കാത്തുകൊണ്ടിരിക്കുകയാണപ്പ. ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനയിലും പാട്ടിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ എൻ്റെ കർത്താവ് എല്ലാവരെയും ഒരുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു. അപ്പാ, ആരെങ്കിലും വേദനയോടെ, ദുഃഖത്തോടെ, നിരാശയോടെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് തൊട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവൾക്കുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായ കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം അപ്പാ, പ്രിയപ്പെട്ടവർ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തെസ്സലോനി 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യനായി എണ്ണിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുക. ഓരോരുത്തരെയും വിളിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകർക്കും യേശു കർത്താവ് വിളിച്ച വിളി എന്താണെന്ന് അറിയാതെയാണ് ഇന്നേക്ക് അനേകരും യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അങ്ങനെ നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേക ഭക്തന്മാരെ ദൈവം വിളിച്ചത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഓരോ വിളിയുടെയും പുറകിൽ ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ദൈവ പൈതലെ, നിന്നെയും എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തൊരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ ദൈവമക്കളെ? വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുക. നമ്മെ വിളിച്ച ദൈവം വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ എന്തു തന്നെ വരട്ടെ, പ്രൈസ് ദി ലോർഡ്, നമ്മെ വിളിച്ച ദൈവം ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും എന്നത് മറന്നു പോകരുത്. ദൈവമക്കളെ, നാം ചിന്തിക്കാൻ പോകുന്നത് എപ്പോഴെല്ലാമാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്?
ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നാം ആഴമായി നമുക്ക് ചിന്തിക്കാം. കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, 50-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവമക്കളെ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. 50-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയായ ദൈവം അരുളി ചെയ്തത്, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ അല്ലെങ്കിൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വിളിയുടെ ഉദ്ദേശം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരണം, ഒരു രൂപാന്തരം ഉണ്ടാകണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് കുറ്റവും കുറവും ഹല്ലേലൂയ മറ്റുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഹല്ലേലൂയ എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് പുറകെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വിളിയുടെ തിരിച്ചറിവുണ്ടാവുകയില്ല. ഗ്ലോറി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ പറയാൻ കഴിയുമോ? കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു എങ്കിൽ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ആ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവ പൈതലേ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ, കൃപകളും വരങ്ങളും പ്രാപിച്ചെങ്കിലേ ഹല്ലേലൂയ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, എപ്പോഴൊക്കെ ആണ് കർത്താവ് വിളിച്ച് നമുക്ക് ആഴമായി ചിന്തിക്കാം. 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മെ രക്ഷയ്ക്കായിട്ടാണ് വിളിച്ചതെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കർത്താവ് നമ്മളെ വിളിച്ചത് രക്ഷയ്ക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനത് ആ വാക്യം ഇവിടെ ഒന്ന് വായിക്കുകയാണ് ദൈവമക്കളെ. ഇങ്ങനെയാണ് കാണുന്നത്, സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന. ദൈവ പൈതലേ, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് രക്ഷയ്ക്കായിട്ടാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് വിളിച്ചതിൻ്റെ ഒരു ഉദ്ദേശം, കർത്താവ് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്. നാശയോഗ്യമായ പാപാന്തകാലത്തിൽ കിടന്ന, പ്രൈസ് ദി ലോർഡ്, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മളെ വിളിച്ച് വേർതിരിച്ച് കർത്താവ് രക്ഷയ്ക്കായി ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവ മക്കളെ, രക്ഷ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന രക്ഷയിലേക്ക് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ കഴിയുമോ ദൈവമക്കളെ? നമുക്കെയും ഒരു കാലത്ത് അതായത് ആർക്കും വേണ്ടാത്ത, ഒരു പ്രയോജനവും ഇല്ലാത്ത പാത്രങ്ങളായിരുന്നു. എന്നാൽ ദൈവമായി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത മാനമുള്ള പാത്രമായി മാറ്റിയിരിക്കുന്നു. രക്ഷയ്ക്കായി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, നാം സാധാരണക്കാരായിട്ട് ജീവിക്കുവാനല്ല. ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുവാനല്ല, ഏറ്റവും ശ്രേഷ്ഠമുള്ളവനായി, ഏറ്റവും ദൈവത്തിന് പ്രയോജനമുള്ളവനായി, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. ആ തിരഞ്ഞെടുപ്പിൻ്റെ, ആ വിളിയുടെ ഇമ്പോർട്ടൻസ് ദൈവ പൈതലെ നാം മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ആ വിളിച്ച വിളിയുടെ മുഖ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രവൃത്തി 16-25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവ പൈതലെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാരാഗ്രഹ പ്രമാണിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതായത് കാരാഗ്രഹ പ്രമാണിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ദൈവമായി കർത്താവ് എന്താണ് ചെയ്യുന്നറിയാമോ? പൗലോസിനെയും ശീലാസിനെയും കർത്താവ് കാരാഗ്രഹത്തിലേക്ക് ഒന്ന് അയച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരാഗ്രഹത്തിലേക്ക് ഒന്ന് അയച്ചു. നമുക്കറിയാം, നാം ചിന്തിക്കാം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് നാം മറ്റു വിധത്തിൽ നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം, രക്ഷയുടെ മാർഗത്തിലേക്ക് കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തെ കർത്താവ് മുന്നവേ കണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനൊരു മുഖാന്തരമാക്കിയതാണ് പൗലോസിനെയും ശീലാസിനെയും ഹല്ലേലൂയ കർത്താവ് ആ കാരാഗ്രഹത്തിലേക്ക് ഒന്ന് അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ പൗലോസിനും ശീലാസിനും വളരെയേറെ പ്രതികൂലങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങൾ വളരെയേറെ ഏൽക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. മൃഗീയമായ അവസ്ഥ, വളരെയേറെ അടികളും ഒക്കെയും ഏറ്റുവാങ്ങി. ദൈവമക്കളെ, അപ്പോൾ ഇവിടെ പൗലോസും ശീലാസും ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത് ദൈവമക്കളെ? ഹല്ലേലൂയ. ഇവിടെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി.
ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. ആമേൻ. ദൈവമക്കളെ, കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകുന്ന ദാസന്മാരെ ഉപദ്രവിക്കരുത് കേട്ടോ. വാക്കുകൾ കൊണ്ട് പോലും അവരെ അപമാനിക്കരുതേ ദൈവമക്കളെ. അപമാനിച്ചാൽ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ശീഘ്രം കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് അതിന് ഏറ്റവും വലിയൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നിന്ദിച്ചവർ, ഹല്ലേലൂയ, പൗലോസിനെയും ശീലാസിനെയും നിന്ദിച്ച്, ഹല്ലേലൂയ, അപമാനിച്ച്, ഉപദ്രവം ഏൽപ്പിച്ച്, ഹല്ലേലൂയ, അവരെ കാരാഗൃഹത്തിൽ കൊണ്ട് അടച്ചു. എന്നാൽ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ശീലാസും പൗലോസും ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ഒരു ചെറിയൊരു പാട്ട് പാടിയതേ ഉള്ളൂ. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാതിലുകൾ തുറക്കപ്പെട്ടു, ബന്ധനങ്ങൾ അഴിഞ്ഞു എന്നാണ് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരാഗൃഹ പ്രമാണി ഉണർന്നു. ദൈവമക്കളെ, കാരാഗൃഹ പ്രമാണി എന്താ ചെയ്തെന്നറിയാമോ? താൻ ചെയ്തത്, ഹല്ലേലൂയ, താൻ ഉടൻ തന്നെ താൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വാതിലുകൾ തുറന്നു കിടക്കുന്നു. ഓ, ഇവിടെ എന്തോ സംഭവിച്ചോ? കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർ അവർ എവിടെയോ വെളിയിലേക്ക് പോയെന്നോ വിചാരിച്ചുകൊണ്ട് ദൈവമക്കളെ, കാരാഗൃഹ പ്രമാണി വാളെടുത്തു, തന്നെത്താൻ വെട്ടി താൻ മരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ നമുക്ക് വായിക്കുമ്പോൾ ദൈവമക്കളെ, താൻ വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്താണ് പറഞ്ഞെന്നറിയാമോ? നിനക്കൊരു ദോഷവും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ശേഷമായി നാം വായിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചു. അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്ത് കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് പറഞ്ഞത്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ കാരാഗൃഹ പ്രമാണിയോട് പൗലോസ് പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഈ ലോകത്തിൽ നമുക്ക് അനേക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അനേകരും ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ ഉപദ്രവിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണുവാനും കേൾക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, കർത്താവിൻ്റെ ദാസന്മാരെ, വചനവുമായി കടന്നു പോകുന്നവരെ ഉപദ്രവിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, വാക്കുകൾ കൊണ്ടുപോലും അവരെ ഉപദ്രവിക്കുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. മറന്നു പോകരുത്. കർത്താവ് ന്യായം ചോദിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇവിടെ വിട്ട് കടന്നു പോരട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കാരാഗൃഹ പ്രമാണി കുടുംബം ഒന്നടങ്കം യേശുവിനെ അറിയുന്നതായിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി അവർ വേർതിരിയുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ പ്രാർത്ഥന എങ്ങനെയാ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, സഹോദരനെ, സഹോദരിയെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുവോളം കാത്തിരിക്കണം. അല്ലാതെ അല്പനിമിഷം ഓടി വന്ന് കർത്താവിനോട് കാര്യം പറഞ്ഞാൽ കർത്താവ് അത് അംഗീകരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, കാരാഗൃഹ പ്രമാണി ചോദിക്കുന്നു, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നോക്കണമേ ദൈവമക്കളെ, ഇവിടെ ഹല്ലേലൂയ പൗലോസ് പറയുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ചില പ്രതിസന്ധിയിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ വിട്ടിട്ട് പോകരുത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം തകർന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, നാം തകർന്നു പോകാമായിരുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. നാം പട്ടുപോകാമായിരുന്നു, നമ്മുടെ കാലുകൾ ഇടറിപ്പോകാമായിരുന്നു. അവിടെയൊക്കെയും നമ്മെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിച്ച ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മെ രക്ഷിച്ചില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 പത്രോസിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതായത് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം, അതായത് 1 പത്രോസ് നമുക്ക് നോക്കാം. 1 പത്രോസ് 2:9 വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു പദവി, നാം ആരാണെന്ന് നാം തിരിച്ചറിയണം പ്രിയരെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, ഹല്ലേലൂയ, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ആരും, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവമക്കളെ, നമ്മളെ വിളിച്ച് അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ മകനാക്കി മകളാക്കി, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ് കർത്താവിൽ പ്രിയരെ. ആകയാൽ ഹല്ലേലൂയ, നാം തിരുവചനത്തിൽ പറയും പോലെ ദൈവമക്കളെ, നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, അതായത് ഈ വേദത്തിൽ പറയുന്നത് പോലെ വാക്കിനാലും, പ്രൈസ് ദി ലോർഡ്, ലേഖനത്തിലും വാക്കിനാലും ലേഖനത്തിനാലും പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളെ നാം കൈക്കൊള്ളണം എന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള അനേക പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മളെ താളടിയാക്കുന്നത് തന്നെയാണ്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ നമ്മുടെ ഭർത്താവിൻ്റെ വിഷയത്തിലോ നാം ജോലി ചെയ്യുന്ന ഇടത്തിലോ ഒക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കലയടിച്ചുയരുന്നത്. എന്നാൽ ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാണ്. നാം എവിടെ ചെന്നാലും നമ്മുടെ വാക്കോ പ്രവൃത്തികളോ നമ്മുടെ എല്ലാ തരത്തിലും നാം ഒരു ചേഞ്ച് ഉള്ളവരായി മാറണം. നമ്മുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് തന്നെ അവനോട് അവളൊരു ദൈവ പൈതല എന്ന് പറയത്തക്കവണ്ണം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു രൂപാന്തരം നമുക്കുണ്ടാകണം. ദൈവമക്കളെ, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, മറ്റൊരു ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ദൈവമക്കളെ, ദാവീദിന്റെ ചരിത്രം നമുക്കറിയാം. ദാവീദ്, അതായത് സങ്കീർത്തനം 51 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇങ്ങനെയാണ് വാക്യം. 51 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ച് കളയണമേ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഇത് ദാവീദ് ഇങ്ങനെ പറയുവാനുള്ള ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. ദാവീദിന്റെ ജീവിതത്തിൽ താൻ പാപം ചെയ്തോ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ദൈവത്തോട് നിലവിളിച്ചതാണ്, ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ എന്ന. ഇന്ന് ഈ രാവിലെ സമയം എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ കടന്നകാല ജീവിതത്തിൽ നാം അനേക പാപങ്ങൾക്ക് നാം അടിമപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആരും അറിയാത്ത നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ ഒക്കെ ദൈവത്തെ നാം ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സമയം നമുക്ക് ദാവീദിനെ പോലെ ദൈവത്തോട് പറയാം, ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ദാവീദ് ദൈവത്തോട് നിലവിളിച്ചോ, ദൈവമേ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ച് കളയണമേ എന്ന്. ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കയറി വരും. ഓളങ്ങളും തിരമാലകളും പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരും. എന്നാൽ കർത്താവിനോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങനെ ലംഘനങ്ങളെ മായ്ച്ച് കളയണമേ എന്ന ഹൃദയ നുറുക്കത്തോടെ വേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഏൽപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവം നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചതിൻ്റെ മറ്റൊരു ഉദ്ദേശം, കൂട്ടായ്മയിലേക്കാണ് ദൈവമക്കളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലർക്കും കൂട്ടായ്മ ബന്ധം ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. സഭയ്ക്കുള്ളിൽ കടന്നു വന്നാൽ പോലും പരസ്പരം കൈകൊടുത്ത് ഒരു പ്രൈസ് ദി ലോർഡ് പറയാനോ, അല്ലെങ്കിൽ സഹോദരി എന്തുണ്ട് വിശേഷം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് തുറന്നു പറയുവാൻ മനസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവമക്കളെ, പരസ്പര സ്നേഹമില്ല. പിന്നെ എവിടുന്നായി കൂട്ടായ്മ ബന്ധം വരുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അനേകരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാ ദൈവമക്കളെ. പലപ്പോഴും കൂട്ടായ്മ ബന്ധം നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ച സംഭവിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്നേക്ക് അനേകർക്കും പ്രൈസ് ദി ലോർഡ് ദൈവത്തോടല്ല കൂട്ടായ്മ ബന്ധമുള്ളത്, സഹോദരങ്ങളോടല്ല, ലോകത്തോട്. ഹല്ലേലൂയ. പലരും ലോകത്തിന്റെ മോഹങ്ങളിലൂടെ പോകുന്ന കൂട്ടായ്മ ബന്ധമാണ് അവർക്കുള്ളത്. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുമ്പോൾ, നാം പഠിക്കുമ്പോൾ, നമുക്ക് 2 കൊരിന്ത്യർ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവ പൈതലെ, രക്ഷിക്കപ്പെട്ടവരെ നാം യേശുവിന്റെ കൂട്ടായ്മയിൽ ആക്കണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം യേശുവിന്റെ കൂട്ടായ്മയിൽ ആക്കണമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മ എന്നത് ദൈവമക്കളെ ഫെലോഷിപ്പ്, പ്രൈസ് ദി ലോർഡ്, കൂട്ടായ്മ ബന്ധം, മറ്റുള്ളവരോടുള്ള സഹകരണം, നമ്മുടെ ചിന്തകൾ പാപത്തിൽ നിന്ന് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഏത് നേരവും ഏത് സീരിയൽ കാണാം, ഏത് സിനിമയ്ക്ക് പോകാം, എവിടെ പോകാം, ആരുടെയൊക്കെ കുറ്റവും കുറവും കണ്ടുപിടിക്കാം, എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്ന് മാത്രമാണ് ചിലർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവ പൈതലേ, കർത്താവിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമല്ലാത്ത ചിന്തകൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം ചില സഹോദരിമാർ സീരിയലിൻ്റെ മുമ്പിൽ കയറി കഴിഞ്ഞാൽ രാവിലെ തുടങ്ങുന്ന സീരിയൽ അത് രാത്രി 12 മണി വരെയിലും ചില ചാനലുകളിലുണ്ട്. മാറി 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 ആ സമയത്തൊന്ന് കരണ്ട് പോയെന്നിരിക്കട്ടെ, എന്തൊരു കുഴപ്പങ്ങളാണ്. ആ TV തന്നെ തല്ലിപ്പൊട്ടിക്കും. അതാണ് ഇന്നേക്ക് ലോക ജനത ഇന്നേക്ക് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനേക സഹോദരിമാരെ എനിക്കറിയാം ഭ്രാന്ത് പിടിച്ചിരിക്കുക. സത്യത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈത്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സീരിയൽ പൈത്യം. ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് വരാറായില്ലേ? കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുന്ന സമയങ്ങൾ അത് ഏറ്റവും സമീപമായില്ലേ? ദൈവ പൈതലേ, മതി ഈ ലോകത്തിലെ സുഖങ്ങളിലൂടെ കടന്നുപോയത്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലൂടെ പോയതൊക്കെ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വന്നു പോയാൽ നിശ്ചയമായും നീ കൈവിടപ്പെട്ടു പോകും. ഈ ലോകത്തിൻ്റെ സുഖമോ സ്വത്തോ അന്തസ്തോ അഭിമാനമോ നിന്നെ രക്ഷയിലേക്ക് നയിക്കുകയില്ല, നിന്നെ നിത്യതയിലേക്ക് എത്തിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും ഒരു ഫെലോഷിപ്പ് ഉള്ളവരായിരിക്കണം, കൂട്ടായ്മ ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കർത്താവിൽ പ്രിയരെ, രണ്ട് വിശ്വാസികൾ, അതായത് 2 ദൈവമക്കളുടെ സംസാരം ഞാൻ ഈയിടെ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അത് ഞാൻ പറയട്ടെ ദൈവമക്കളെ, വളരെയധികം ചെടികരെ പോലെ സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. വളരെ ഹൃദയം നുറുക്കം, വേദന എനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് അനേകരും അങ്ങനെ തന്നെ അവിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പൊതുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സത്യം പറഞ്ഞാൽ നാറ്റം വരുന്ന പോലുള്ള വാക്കുകളാണ് എന്ന് വേണം പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവ പൈതലാണെന്നുള്ളതോ ദൈവത്തിൻ്റെ മകളാണെന്നുള്ളതോ മറന്നു പോകും. ജീവിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നിന്റെ വാക്കുകളെ, നിന്റെ ഹൃദയത്തെ കർത്താവ് ആരാഞ്ഞറിയുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ചെടിക സ്വഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെടികന്മാരെ പോലെ സംസാരിക്കരുത്. നാം ആരാണെന്ന് നാം തിരിച്ചറിയണം ദൈവമക്കളെ. കൂട്ടായ്മ ബന്ധം നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ 1:3 വാക്യം വായിക്കുമ്പോൾ, ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആചരിക്കണം. നമുക്ക് കൂട്ടായ്മയുള്ളത് അത് ദൈവത്തോടാണ് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. ദാവീദിന്റെ പാപം ദൈവം ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോക ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. 3-ാമതായിട്ട് പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മെ വിളിച്ചതിൻ്റെ മറ്റൊരു ഉദ്ദേശം ദൈവ തേജസ്സിനായുള്ള വിളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തേജസ്സിനായുള്ള വിളി, അതാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 പത്രോസ് 5:10 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നോക്കണമേ ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്
നിത്യ തേജസ്സിനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കൊരു ആമേൻ പറയുവാൻ കഴിയുമോ? കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, പ്രശ്നങ്ങളൊക്കെ കടന്നു വരട്ടെ, പക്ഷേ നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു നിത്യത കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ നിത്യ തേജസ്സിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടുന്നത്. വിശ്വാസ പോർക്കളത്തിൽ പട്ടുപോകരുതേ ദൈവ പൈതലേ. ഹല്ലേലൂയ. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ പിൻവാങ്ങിപ്പോകുവാനല്ല, ഓ എനിക്കിത് വയ്യ എന്ന് പറഞ്ഞു പോകുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുക്കൾ വരട്ടെ, പ്രയാസങ്ങളൊക്കെ വരട്ടെ, അതിനെ അതിജീവിക്കുവാൻ സ്വർഗീയ കൃപയ്ക്ക് വേണ്ടി ഈ നാളുകളായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തോട് കൃപകൾ, വരങ്ങൾ ചോദിച്ച് വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ധനവാൻ, നമുക്കറിയാം, ഒരു ധനവാൻ ദൈവത്തോട് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, നീ യഥാസ്ഥാനപ്പെടണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. അത് വിവരിക്കുവാൻ വേണ്ടിയല്ല. ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് ഒരു ചെറിയ ശൂലം ദൈവം കൊടുത്തു. നമുക്കറിയാം, കഷ്ടത ഇല്ലെങ്കിൽ നാം, ഹല്ലേലൂയ, നാം ഒക്കെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകും ദൈവമക്കളെ. എപ്പോഴും സുഖവും സന്തോഷമാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. എന്നാൽ ചെറിയ ചെറിയ ശോധനകൾ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നീ കർത്താവിലേക്ക് അടുത്തു വരാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, എനിക്കൊരു ചെറിയ ശൂലം തന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ആകയാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്കൊന്ന് അടുത്തു വരുവാൻ കഴിയുമോ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ശൂലങ്ങളല്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ, ചെറിയ ശോധനകളല്ലേ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അതെ, അതിനെയൊക്കെയും അതിജീവിക്കുവാൻ നമുക്ക് കൃപകൾ വേണം. നമ്മുടെ കഷ്ടങ്ങൾ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണണം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയൊരു പാട്ടുകാരൻ പാടിയില്ലേ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസിംഹനമോർത്തിടുമ്പോൾ ഒടിയിടയേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെയാണോ പാട്ടുകാരൻ പാടുന്നത്? ആകയാൽ ദൈവ പൈതലേ, ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്നെണ്ണുക. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? കൂടുതലായി ദൈവത്തോട് അടുക്കണം, കൂടുതലായി കർത്താവിലേക്ക് അടുത്തു വരണം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം, ഉപവാസങ്ങൾ തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പൈതലെ ഹൃദയ നിറുക്കത്തോടെ, വേദനയോടെ, കരച്ചിലോടെ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നിനക്ക് അടുത്തു വരുവാൻ കഴിയുമോ? നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയെ അവഗണിക്കുന്ന ഒരു ദൈവം അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം കല്ലും കുറ്റിയും ഒന്നും അല്ല ദൈവമക്കളെ, ഇരുമ്പല്ല, കളിമണ്ണല്ല, ജീവനുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. അഖിലാണ്ട കടാകത്തിന്റെ നിർമ്മിതാവ്, സൃഷ്ടിതാവ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നാം അടുത്തു വരേണ്ടുന്നത്. ദൈവ പൈതലേ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ഈ ലോകത്തിലെ കഷ്ടങ്ങളെ ജയിച്ചവൻ നമ്മുടെ അരുമനാഥൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ആ കർത്താവിലേക്കാണ് നാം അടുത്തു വരേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അരുമനാഥൻ നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കാൻ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരണ്ടേ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ സ്വഭാവം ധരിച്ചവരായി നമുക്ക് ഏവർക്കും ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആ കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആണ്ടവരും രക്ഷകരുമാകിയ യേശു கிறிஸ்து அவர் சீக்கிரமாய் ராஜாதி ராஜாவாக வரப்போகிறார். அவருடைய வருகைக்காய் நீங்களும் நானும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. ஆம் கர்த்தருடைய பிள்ளைகளே, இனியும் ஹல்லேலூயா நல்ல நாளுகள் இனி கிடைக்குமோ என்பதே தெரியவில்லை. ஏனென்றால் அவருடைய வருகை சமீபமாய் நிற்கிறது. கள்ளன் திருடன் வருவது போலே அவருடைய நாள் வரும் என்று கர்த்தருடைய வேதத்தில் சொல்லப்படுகிறது. பிரைஸ் தி லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, ஹல்லேலூயா, நீர் ஒருபோதும் கைவிடாமல், ஹல்லேலூயா, தள்ளப்பட்டு போகாமல் அவரே நாடி, அவரே நம்பி, அவர் ஹல்லேலூயா கர்த்தருடைய சமூகத்தில் நீ வருவீர்களா? நான் நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிற தேவனாக இருக்கிறார். கர்த்தருடைய பிள்ளைகளே, இஸ்ரவேலின் தேவன் அவர் மகிமையுள்ள தேவனாக இருக்கிறார்.
இருக்கிறார். ஹல்லேலூயா. அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, நமக்கு சின்ன சின்ன கஷ்டங்கள், சின்ன சின்ன துன்பங்கள், பிரச்சனைகள் நம் வாழ்க்கையில் வரும்பொழுது நிச்சயமாகவே ஹல்லேலூயா தேவனோடு கூட, அவரோடு கூட ஹல்லேலூயா நம்முடைய வாசம் என்று சொன்னால் நிச்சயமாகவே இயேசு கிறிஸ்துவானவர் அவர் நேற்றும் இன்றும் என்றும் தேவாதி தேவனாக அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, பிரைஸ் தி லார்ட். ஹல்லேலூயா. இயேசு கிறிஸ்துவானவர் நேற்றும் இன்றும் என்றும் ஹல்லேலூயா அவர் மாறாத தேவனாக இருக்கிறார். பிரைஸ் தி லார்ட். ஆம் கர்த்தருடைய பிள்ளைகளே, அவருடைய வருகைக்காக ஹல்லேலூயா. பிரைஸ் தி லார்ட். கர்த்தாவே, இயேசப்பா, ஹல்லேலூயா, என்னுடைய கடந்த கால ஜீவியத்தில், கடந்த கால வாழ்க்கையில் உண்டானதான எல்லா பிரச்சனைகளும் பாவங்கள் என்னை மன்னியும் என்று ஹல்லேலூயா கர்த்தருடைய பிள்ளைங்களே அவருடைய முகத்தை நோக்கி கேட்போமா? பிரைஸ் தி லார்ட். ஹல்லேலூயா. கர்த்தர் நல்லவர். ஹல்லேலூயா. அவர் மகிமையான தேவன். அவருடைய பிரசன்ஸ் அனைத்து நேரங்களிலும் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, பிரைஸ் தி லார்ட். 2-3 பேர் எங்கிருந்தாலும் அவர் நம்ம கூட வாசம் பண்ணுகிற தேவன் அவர். ஹல்லேலூயா. பிரைஸ் தி லார்ட். கர்த்தாவில் பிரியமுள்ள தெய்வ மக்களே, നമ്മെ വിളിച്ച ദൈവം വിശുദ്ധനാകയാൽ വിശുദ്ധിയോട് കൂടി വേർപാടോട് കൂടി പരിശുദ്ധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നിങ്ങളെയും എന്നെയും വീണ്ടെടുക്കുവാൻ കാൽവരുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. പ്രിയരെ, പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ തലയിൽ കൈവച്ചവരെ അനുഗ്രഹിച്ചതിന് ശേഷമായി കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു വലിയൊരു വാഗ്ദത്തം കൊടുത്തിട്ടാണ് പോയത്. ഞാൻ പോകുന്നത് പോലെ തന്നെ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥന്റെ വരവ് ഏത് സമയവുമുണ്ട്. ആ കാഹളത്തിന്റെ ധ്വനി ഏത് സമയവുമുണ്ട്. ദൈവ പൈതലെ, നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പ്രാർത്ഥനയോടെ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുമോ? രക്ഷയ്ക്കായി ദൈവം നമ്മെ വിളിച്ചു. കർത്താവ് നമ്മെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവ പൈതലെ, നാം ഇന്നേക്ക് എവിടേക്കോ പാപത്തിന്റെ ചേറ്റിൽ നാം ആയിരുന്നേനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഇന്നേക്ക് കൈവിടപ്പെട്ടു പോയനെ, തള്ളപ്പെട്ടു പോയനെ. കർത്താവ് പ്രിയരെ, ആർക്കും വേണ്ടാത്തവരായി തീർന്നേനെ, നിന്ദിക്കപ്പെട്ടവരായി, അപമാനപ്പെട്ടവരായി, വെറുക്കപ്പെട്ടവരായി നാം തീർന്നേനെ. എന്നാൽ ജീവിക്കുന്ന ദൈവ പൈതലെ, കർത്താവ് നമ്മെ മുന്നവേ വിളിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം രക്ഷയ്ക്കായിട്ടായിരുന്നു. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത്, ദൈവ പൈതലെ, കർത്താവ് നമ്മെ വിളിച്ചത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കൂട്ടായ്മയിലേക്കാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് അനേകർക്കും ഫെലോഷിപ്പ്, കൂട്ടായ്മ ഇല്ലാതെ ആയിരിക്കുന്നു. സ്വന്തം കൂടപ്പിറപ്പങ്ങളോട് പോലും മിണ്ടുകയില്ല. എല്ലാവരും കർത്താവിങ്കിലങ്ങ് ഭയങ്കര മുൻപിലാണ്. കർത്താവ് ഇപ്പൊ കാഹളം ധരിച്ചാൽ പോകും, ആ തരത്തിലായി ഇരിക്കുന്നത്. പക്ഷേ സ്വന്തം സഹോദരനെ കണ്ട കാറിത്തുപ്പി പോകുന്ന എത്രയോ സഹോദരങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം നിങ്ങളോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ആരോടെങ്കിലും നിങ്ങൾ വ്യക്തിപരമായി കോപത്തിൽ ആയിരുന്നാൽ, ആരോടെങ്കിലും നിങ്ങൾ അവരെ പകച്ചു എന്ന് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നിങ്ങൾക്ക് തോന്നിയാൽ, ഇപ്പോൾ ഈ നിമിഷം തന്നെ അവരോട് ക്ഷമ ചോദിക്കണമേ ദൈവമക്കളെ. നമ്മുടെ കർത്താവ് പറഞ്ഞത് കൂട്ടായ്മയിലേക്കാണ്. നമ്മുടെ കർത്താവ് വിളിച്ചത് കൂട്ടായ്മ ബന്ധത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലെ, കൂട്ടായ്മ ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നാം ചിന്തിച്ചത്, ദൈവ പൈതലെ, തേജസ്സിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. തേജസ്സിനായിട്ട്. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഇനിയും നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം, ഉണരാം. വിശുദ്ധിയോടെ, വേർപാടോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പാടി, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവനിൽ വരും, കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ,
ഒരുങ്ങാം വിശുദ്ധിയോടെ. പ്രൈസ് ലോർഡ് ദൈവമക്കളെ, എനിക്ക് മലയാളം പാട്ടുകൾ അധികം അറിയത്തില്ല, അതുകൊണ്ടാണ് ചില പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പാട്ട് ബുക്കില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. കുഴപ്പമില്ല, എങ്കിലും ദൈവമായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തേജസ്സിനായിട്ടാണ്, നിത്യ തേജസ്സിനായിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആരുമനാഥൻ്റെ വരവിനായിട്ട് ഒരുങ്ങണമേ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കിന്നേക്ക് ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ കർത്താവിൻ്റെ വരവിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം വിശുദ്ധിയോടെ, വേർപാടോടുകൂടി നമുക്കൊരുങ്ങാം. അനേകർക്ക് കർത്താവിൻ്റെ സാക്ഷ്യമുള്ളവരായി മാറാം. പ്രിയരെ, നാം കേട്ടിരിക്കുന്ന വചനം അത് നമ്മൾ മാത്രം അനുഭവിക്കുവാനല്ല. ഹല്ലേലൂയ. ചിലരിങ്ങനെയാ, ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞാൽ അവർ മാത്രം കഴിക്കണമെന്ന് വിചാരിക്കും, അവർ മാത്രം ഭക്ഷിച്ചാൽ മതി, മറ്റാർക്കും വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, വേറെ 10 പേർ കൂടെ കൊടുത്തൊന്ന് കഴിച്ചു നോക്കിക്കേ, ആ ആഹാരത്തിന് ചില മര്യാദയെ മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം അനേകർക്ക് വിളമ്പണം ദൈവമക്കളെ. ലോകമെങ്ങും ഉലകമെങ്ങും പോയി കർത്താവിൻ്റെ സാക്ഷ്യമുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ വാഴ്ത്തി എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഇപ്രകാരം ഒരു നല്ല സന്ദർഭം അടിയന് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അഡ്മിന്മാർക്കും ഹൃദയം തുറന്ന് എൻ്റെ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദര സഹോദരിമാർക്കും, കർത്താവിൽ ബഹുമാന്യരായ ശ്രേഷ്ഠ ദാസന്മാർക്ക്, പ്രൈസ് ദി ലോർഡ് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവമായി കർത്താവിൻ്റെ വരവ് സമീപമായി എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലുള്ള എൻ്റെ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുക. ഏത് നിമിഷവും കർത്താവ് എല്ലാവരുടെയും ആവശ്യഭാരങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമുക്ക് കർത്താവ് വരുവോളം വിശ്വസ്തരായി നിലകൊള്ളുവാൻ സ്വർഗം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെടുകയോ നിരാശരാകുകയോ ദുഃഖപ്പെടുകയോ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ദൈവമക്കളെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏത് നേരവും ദാസന്മാർ അതിനുവേണ്ടി ഒരുക്കമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവേ, ഞങ്ങൾ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിഞ്ഞവരാണ്. എന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു വിശ്വസ്തരായി എന്നെണ്ണി ഇന്ന് അപ്പൻ്റെ മക്കളായി ഞങ്ങളെ മാറ്റിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് കർത്താവേ. ഇന്ന് വചനം കേട്ട ദൈവമക്കളെ എല്ലാവരെയും ഞങ്ങൾ അങ്ങനെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭാരമോ പ്രയാസമോ ദുഃഖമോ പ്രതികൂലമോ കഷ്ടങ്ങളോ നിന്ദകളോ അപമാനങ്ങളോ അവർ ഏൽക്കുന്നുവെങ്കിൽ യേശുവേ, അങ്ങയുടെ വചനം അയച്ചവരെ വിട്ടുവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ അണിപ്പഴുതേറ്റ കരം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകല നന്മകളാലും നിറയ്ക്കണം. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളെ കർത്താവ് വിളിച്ചതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ വെറും സാധാരണക്കാരല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവർ അപ്പൻ്റെ മക്കളാകുന്നു. ആകയാൽ പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. സ്വർഗത്തിലെ വലിയ ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ഇത്രയും സമയം വീക്ഷിച്ചു കൊണ്ടിരുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. Praise the Lord.